അതാ ആ കാണുന്നതാണ് കുബ്ബത്തു സഖറ, ഇംഗ്ലീഷിൽ ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയും. എന്തൊരു മനോഹരമായ നിർമ്മിതി! പലരും മസ്ജിദുൽ അഖ്സ എന്ന് തെറ്റിദ്ധരിച്ച കെട്ടിടം. മസ്ജിദുൽ അഖ്സ അപ്പുറത്താണ്. ഈ മനോഹര കെട്ടിടത്തിന്റെ ഉള്ളിലാണ് ഇസ്രാ മിഅ്റാജ് യാത്രയിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബുറാഖ് എന്ന പ്രത്യേക വാഹനത്തിൽ വന്നിറങ്ങിയ പാറ ഉള്ളത്. ഉമവിയ ഭരണകാലത്ത് AD 685 അബ്ദുൽ മലിക് ബിൻ മർവാനാണ് പാറയ്ക്ക് മുകളിൽ കുബ്ബയോട് കൂടിയ ഈ കെട്ടിടം ആദ്യമായി നിർമ്മിച്ചത്. ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ഏറ്റവും പഴയ നിർമ്മിതിയാണിത്. ഈജിപ്തിൽ നിന്നുള്ള 7 വർഷത്തെ വരുമാനം കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. ശേഷം നടന്ന പല ഭൂകമ്പങ്ങളിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഉസ്മാനിയ ഖിലാഫത്ത്, ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് സുൽത്താൻ സുലൈമാൻ ദി മാഗ്നിഫിസന്റിന്റെ ഭരണകാലത്താണ് ഈ കുബ്ബത്തു സഖറ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ നവീകരണ പ്രവർത്തനം നടന്നത്. ഈ കാണുന്ന മനോഹരമായ ടൈലുകൾ പതിച്ചതും വിശുദ്ധ ഖുർആൻ വചനങ്ങൾ മുദ്രണം ചെയ്തതും അദ്ദേഹമാണ്. അദ്ദേഹം 7 വർഷം കൊണ്ടാണ് ഈ പണി പൂർത്തിയാക്കിയത്. പിന്നീട് ഓട്ടോമൻ ഭരണകാലത്ത് തന്നെ AD 1620 1817 1874 നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു. അതിനുശേഷം 1965 അറബ് രാജ്യങ്ങളുടെയും തുർക്കിയുടെയും സഹായത്തോടെ ജോർഡാൻ അതിനെ നവീകരിച്ചു. താഴികക്കുടം ഇറ്റലിയിൽ നിർമ്മിച്ച മനോഹരമായ അലൂമിനിയം വെങ്കല അലോയ് കൊണ്ട് പൊതിഞ്ഞു. 1993 ജോർഡാനിലെ ഹുസൈൻ രാജാവ് വീണ്ടും കുബ്ബ നവീകരിച്ചു. തന്റെ ലണ്ടനിലെ ഒരു വീട് വിൽപ്പന നടത്തിയതിലൂടെ ലഭിച്ച $8.2 മില്യൺ ഉപയോഗിച്ച് 80 കിലോഗ്രാം സ്വർണം വാങ്ങുകയും കുബ്ബക്ക് സ്വർണത്തിന്റെ ആവരണം അണിയിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഉള്ളിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്രയിൽ വന്നിറങ്ങിയ പാറ കാണാൻ പോകാം.